നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശത്തു നിന്ന് എത്തുന്നവർക്ക് സർക്കാർ ഏർപ്പെടുത്തിയ 7 ദിവസത്തെ ക്വാറന്റൈൻ തുടങ്ങിയിരിക്കുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങളെ റിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഏവർക്കും ക്വാറന്റൈൻ ബാധകമാണ്. കർശന നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും പ്രവാസികളിൽ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ നിയന്ത്രണങ്ങൾ വന്നത്. ഇതുപ്രകാരം 7 ദിവസം ക്വാറന്റൈനു ശേഷം 8ാം ദിവസം പരിശോധന നടത്തി ഫലം എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിൽ നാട്ടിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യാത്രയ്ക്ക് മുൻപ് സെൽഫ് ഡിക്ലറേഷൻ ഫോം എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യണം. www.newdelhiairport.in എന്ന വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത്. യാത്രയ്ക്ക് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR ടെസ്റ്റിന്റെ നെഗറ്റീവ് ഫലം അപ്ലോഡ് ചെയ്യണം. ഇതിന്റെ കോപ്പി കയ്യിൽ കരുതണം. മൊബൈലിൽ കാണിച്ചാൽ പോരാ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് പരിശോധന ആവശ്യമില്ല. നാട്ടിലെ വിമാനത്താവളങ്ങളിൽ റാൻഡം പരിശോധനയാണ് നടത്തുന്നത്. 2% യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയരാക്കും. എയർലൈനുകളാണ് ഇവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൽ ചിലപ്പോൾ നിങ്ങളും ഉണ്ടാകാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പരിശോധിക്കില്ല. എല്ലാ യാത്രക്കാരും 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം. 8ാം ദിവസം RT-PCR എടുത്ത ശേഷം എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യണം. നെഗറ്റീവ് ആകുന്നവർ 7 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണം. പോസിറ്റീവ് ആകുന്നവർ ഐസൊലേഷനിൽ കഴിയണം. ഇവരുടെ റിസൾട്ട് കൂടുതൽ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കും. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരും നാട്ടിലെ വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകണം. ഗൾഫ് രാജ്യങ്ങളൊന്നും ഹൈറിസ്ക് പട്ടികയിലില്ല. കടൽ മാർഗവും കരമാർഗവും എത്തുന്നവർക്കും ഈ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി ഉയരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ചയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ 100% വർധനവുണ്ടായി. ആരോഗ്യ പ്രവർത്തകർക്കും കൂടുതലായി കോവിഡ് ബാധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം മുൻനിർത്തി എല്ലാ ജില്ലകളിലെയും ആരോഗ്യ വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിരുന്നു. കോവിഡിനും നോൺ കോവിഡിനും വേണ്ടിയുള്ള ആശുപത്രി കിടക്കകൾ, ICU, വെന്റിലേറ്ററുകൾ, ഓക്സിജൻ പ്ലാന്റുകൾ, മരുന്നുകളുടെ ലഭ്യത എന്നിവ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും കേസുകളുടെ എണ്ണം കൂടുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ. എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇടപെടാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാ യോഗങ്ങളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തേണ്ടതാണ്. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ 13 കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. 416.63 മെട്രിക് ടൺ ഓക്സിജനാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. പ്രായമുള്ളവർ, മറ്റനുബന്ധ രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതശൈലി രോഗമുള്ളവർക്കുള്ള മരുന്നുകൾ വീടുകളിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തേണ്ടതില്ല. അനാവശ്യ യാത്രകൾ എല്ലാവരും ഒഴിവാക്കണം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.